മലങ്കര സഭ തിരുവനന്തപുരത്ത് ഒരു സെന്റർ പണിയുന്നതിന് തീരുമാനിച്ചപ്പോൾ അതിന് പോലും പാരവയ്ക്കുന്നവന്മാരുടെ മനസ്സൊന്ന് അല്പം കട്ടിയാണ്. പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം പാളയം പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ അരങ്ങേറിയ നാടകം അത്ര ഹീനമായിരുന്നു. സഭയുണ്ടായിട്ടാണ് പള്ളിയുണ്ടായത്, അല്ലാതെ പള്ളി സ്വയം പൊട്ടിമുളച്ചതല്ല. സഭയുടെ പൂർവിക സ്വത്തുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആരും പരിഭവിച്ചിട്ട് കാര്യമില്ല. പൗരോഹിത്യത്തിൻ്റെ മുമ്പിൽ മുണ്ടുരിഞ്ഞു കാണിക്കുന്ന രീതിയാണ് പാളയം പള്ളി കാണിക്കുന്നത്. അതുപോലെ ഒരു ദേവാലയത്തിൽ വികാരിയുടെ അനുവാദമില്ലാതെ ആരാധനയ്ക്ക് ശേഷം മൈക്കെടുത്ത് പ്രസ്താവന നടത്താൻ ആർക്കും അധികാരമില്ല. ഇത് മറ്റു പള്ളിക്കാരും മാതൃകയാക്കിയാൽ എന്താകും സ്ഥിതി? അഭിപ്രായ വ്യത്യാസം ഉള്ള വിഷയത്തിൽ വിശ്വാസികൾക്ക് സംസാരിക്കാൻ പൊതുയോഗത്തിൽ മാത്രമേ അനുവാദമുള്ളൂ. എല്ലാ ഞായറാഴ്ചയും വികാരി പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞ് ഓരോരുത്തരും തോന്നിയ പോലെ ജനത്തെ ആഹ്വാനം ചെയ്യാൻ മൈക്കെടുത്താൽ പള്ളി ചന്തയാകും. എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു. സ്വർഗീയ ആരാധനയ്ക്ക് ശേഷം ദൈവാലയത്തിൽ ഇങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കിയത് കാരണം അനേകർ മേലിൽ അവിടെ ആരാധനയ്ക്ക് വരാൻ മടിക്കും. പ്രതിഷേധമോ അഭിപ്രായ ഭിന്നതയോ ഭരണസമിതിക്കുണ്ടെങ്കിൽ പള്ളിക്ക് പുറത്തുനിന്ന് കൂടിയാലോചിച്ച് അനന്തര നടപടികൾ എടുക്കണം. അല്ലാതെ പള്ളിക്കകത്ത് ശബ്ദവും ബഹളവും കൈമുത്തും തടസ്സപ്പെടുത്തലും ധൂപപ്രാർത്ഥന തടസ്സപ്പെടുത്തലും ആകരുത്. ഈ ട്രസ്റ്റി സ്ഥാനമേറ്റതിനു ശേഷമാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഭദ്രാസനത്തിലെ ആയൂർ പള്ളി ഉൾപ്പെടെ എല്ലാ പള്ളികളിലും ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഇയാളും കൂട്ടരും ചേർന്നാണ്. ഇടവക ജനങ്ങൾ ദൈവഭക്തി ഇല്ലാത്ത ആൾക്കാരെ തിരഞ്ഞെടുത്താൽ ഇതുതന്നെ സംഭവിക്കും. ഇയാൾ ട്രസ്റ്റി ആയതിനു ശേഷം ഇടവകയ്ക്ക് ഒരു പുരോഗതിയുമില്ല. ഇയാളാണ് സഭയുടെ മലങ്കര മെത്രോപൊലിത്തയുടെ പേരിലുള്ള ബാബാ പറമ്പിന് അവകാശവുമായി വരുന്നത്. ഇയാളെയൊക്കെ ഒഴിവാക്കിയെങ്കിലേ പള്ളി രക്ഷപ്പെടൂ. ഇയാളുടെ കൂടെ നടക്കുന്ന സംഘത്തിലുള്ളവരുടെ തനിക്കുണം ഒന്ന് കേൾക്കണം. അശ്ലീലമാണ്, അത് പിന്നീട് പറയാം. ഇവരാണ് പള്ളി ഭരിക്കുന്നത്. ഇടവകക്കാർ മനസ്സിലാക്കിയാൽ നന്ന്.